ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സുവിശേഷത്തെ നശിപ്പിക്കലാണ് സാത്താൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സുവിശേഷത്തെ നശിപ്പിക്കാൻ അവൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധവും അത് വിഗ്രഹ ആരാധന തന്നെയാണ്. പഴയ നിയമസഭയെ എങ്ങനെ വഴിതെറ്റിച്ചോ അതിനേക്കാൾ വിദഗ്ധമായി ഇന്ന് ക്രിസ്ത്യാനിയെ വഴിതെറ്റിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു തിന്മയുടെ സ്വാധീനം അടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിഗ്രഹാരാധന, അല്ലെങ്കിൽ വിഗ്രഹം നമ്മളുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്നിടുന്നത്. എങ്ങനെയാണ് വിഗ്രഹത്തിന് സുവിശേഷത്തെ തടയാൻ കഴിയുക, സുവിശേഷത്തെ ഇല്ലാതാക്കാൻ കഴിയുക? സുവിശേഷം പ്രചരിക്കുമ്പോൾ, സുവിശേഷം ശക്തമാകുമ്പോൾ അതിനെ മറച്ചു വെക്കുക എന്നുള്ളതാണ് സാത്താൻ വിഗ്രഹത്തിലൂടെ ചെയ്യുന്നത്. ഇത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമായി ഈ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്തോസ് അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഒരുവന് സുവിശേഷത്തിൻ്റെ പ്രകാശം ലഭ്യമാകാതിരിക്കേണ്ടതിന്, സുവിശേഷത്തെക്കുറിച്ച് അറിയാതിരിക്കേണ്ടതിന്, സുവിശേഷത്തിൻ്റെ പ്രകാശം സ്വീകരിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദേവൻ, അതായത് സാത്താൻ, പിശാച് എന്ത് ചെയ്യുന്നു? അവരുടെ മനസ്സുകളെ അന്ധമാക്കുന്നു, കാണാത്ത രീതിയിൽ അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. എന്താണ് സുവിശേഷത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രതിരൂപം എന്നൊക്കെ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ യേശുവിനെ കാണുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലമുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റ് ജസ്റ്റ് ഒന്ന് വായിക്കുക. ആ കമൻറ്റ് മറ്റാരുടെയുമല്ല, ഒരു മെജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയാണ്. മെജോ ഇദ്ദേഹം വിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴായിട്ട് കമൻറ്റ് കൊണ്ടുവന്ന് ഒരുമിച്ച് ചെയ്തു വെക്കുന്ന ഒരു കമൻറ്റാണിത്. രൂപത്തിൻ്റെ പൊള്ളത്തരങ്ങൾ, ഉള്ളിലെ വിഗ്രഹങ്ങളെയും പുറമേയുള്ള അഭിനയവും, ദൈവിക ചിന്തകൾ ഉണർത്താൻ പുറമേ ഒരു രൂപമോ ചിത്രമോ ആവശ്യമില്ലെന്നും അത് വിഗ്രഹാരാധനയാണെന്നും വാദിക്കുന്നവർ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സഭാവിരോധം മൂലം രൂപവിരോധികളായി അഭിനയിക്കുന്നവരുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥിക്കുമ്പോഴോ വചനധ്യാനത്തിലോ ഏർപ്പെടുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ ഒരു രൂപവും തെളിയാറില്ലേ? യേശു നമ്മെ അനുഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അദൃശ്യമായ ഒരു ഊർജത്തെയല്ല, മറിച്ച് സ്നേഹനിധിയായ ഒരു രൂപത്തെയാണ് നിങ്ങളുടെ മനസ്സിൽ, ഭാവനയിൽ കാണുന്നത്. പുറമേ കാണുന്ന ചിത്രത്തെ വിഗ്രഹമെന്ന് അഭിഷേപിക്കുന്നവർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിൽ നിർമ്മിച്ചെടുക്കുന്ന ഈ ഭാവനാ ചിത്രങ്ങളെ എന്താണ് വിളിക്കുക? ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു സാധാരണ വ്യക്തി, ഇപ്പം എന്നെ തന്നെ എടുക്കുക, ഞാനിവിടെ വിഗ്രഹത്തിനെതിരെ സംസാരിക്കുന്നു, വിഗ്രഹം പാടില്ല എന്ന് പറയുന്നു, വിഗ്രഹം ജനത്തെ വഴിതെറ്റിക്കുന്നു, വിഗ്രഹം ക്രിസ്തുവിൽ നിന്നും അകറ്റുന്നു, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നവർ പറയാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ എന്തായാലും ഒരു വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിഗ്രഹമല്ലേ? അത് വിഗ്രഹാരാധനയല്ലേ? ദൈവം എന്നെ, ഡെസ്റ്റിനെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഡെസ്റ്റിൻ്റെ മുകളിൽ ഞാനിങ്ങനെ കണ്ണടച്ച് വെക്കുന്നു, ഡെസ്റ്റിൻ്റെ മുകളിൽ മറ്റേ താടിക്കാരൻ ഡാവിഞ്ചി വരച്ച് അദ്ദേഹം വരുന്നു, അദ്ദേഹം എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നൊരു ചിന്തയല്ലേ ഡെസ്റ്റിൻ്റെ ഉള്ളിലുള്ളത്? ഇതൊക്കെയാണ് ഇവരുടെ ഒരു ചോദ്യം. യോഹന്നാന്റെ സുവിശേഷം ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതായത് ഇദ്ദേഹത്തിന് ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ദൈവവചന ധ്യാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആകെ ഇങ്ങനെ ഇമാജിനേറ്ററി കാണുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ആത്മാവ് ദൈവാത്മാവുമായി കണക്ട് ചെയ്തിട്ട് ആ ദൈവത്തിൻ്റെ പരസ്പരം, ദൈവം തൻ്റെ മനുഷ്യൻ്റെ ആത്മാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരം, ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ഇങ്ങനെയൊന്നും ഉണ്ടെന്നോ, മനുഷ്യനങ്ങനെ പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ കഴിയുമെന്നോ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഇത്രത്തോളം ദീർഘമാണ്, ദൃഢമാണ് എന്നുള്ളതിനെക്കുറിച്ച് സത്യത്തിൽ മജോന് യാതൊരുവിധ ഐഡിയയും ഇല്ല. മജോന് ആകെ അറിയാവുന്നൊരു കാര്യം, ഇങ്ങനെ നാടകീയമായി ദൈവത്തെ ആരാധിക്കുന്ന, നാടകീയമായി ദൈവത്തെ സ്തുതിക്കുന്ന, ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ പ്രിയപ്പെട്ട ദൈവദാസന് അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട മകന് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വികലമായ, അതായത് രൂപമില്ലാതെ എങ്ങനെ ആരാധിക്കാൻ പറ്റും, സങ്കല്പിക്കാതെ എങ്ങനെ ദൈവത്തെ കാണും, ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോസ്തലനായ പൗലോസ് ദൈവസന്നിധിയിൽ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തെ ഒരു പ്രകാശമായിട്ടാണ് പൗലോസ് കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തത്, അല്ലാതെ ഒരു രൂപവും കണ്ടില്ല.
ദമാസ്കസിലേക്ക് പൗലോസ് തൻ്റെ അധികാരപത്രവുമായി നീങ്ങുമ്പോൾ വഴിമധ്യേ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ പ്രകാശവും ശബ്ദവും അവൻ കേട്ടു. അല്ലാതെ ഒരു രൂപവും പൗലോസ് കണ്ടില്ല. അപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അല്ല, ദൈവം അതല്ല പറഞ്ഞിരിക്കുന്നേ. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ട ദൈവദാസൻ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹം ഈ കമൻ്റ് എല്ലാ വീഡിയോയിലും കൊണ്ട് ഒട്ടിച്ചു വയ്ക്കുമ്പോൾ പലരും ഒരുപക്ഷെ ഇത് ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യം വ്യക്തമായിട്ട് പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കുന്നു, അവരെ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ സുവിശേഷത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അവൻ്റെ പ്രകാശത്തെക്കുറിച്ച് അറിയുവാൻ കഴിയാതെ അതിനെ അന്ധമാക്കി കളയുന്നു. മാത്രമല്ല, അതിൻ്റെ മുൻപ് അപ്പസ്തോലനായ പൗലോസ് തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 3-ാം വാക്യം, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ഗ്രൂപ്പിൽ, ഈ ചാനലിലൂടെ അനേക ദൈവവചനം നമ്മൾ പ്രഘോഷിച്ചിട്ടുണ്ട്. യഥാർത്ഥ സത്യസുവിശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കെങ്കിലും നിഗൂഢമായി മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് ഒറ്റ ആളുകൾക്കേ ഉള്ളൂ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അവർക്കാകെ വെളിപ്പെട്ടിട്ടുള്ളത് ഡാവിഞ്ചി വരച്ച ചിത്രത്തിലൂടെയുള്ള ചിത്രഘടന അല്ലെങ്കിൽ ശില്പിയുടെ ശില്പവൈദഗ്ധ്യത്തെ മാത്രമാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളൂ. ഈ ശില്പവൈദഗ്ധ്യത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം അല്ലെങ്കിൽ ആ ശോഭ ഒക്കെ അറിയാൻ ഇവർ ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ക്രിസ്തുവിൽ മഹത്വം അവരറിയുന്നില്ല. കാരണം സാത്താൻ അത് മറയ്ക്കുന്നു. ഇന്ന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണെങ്കിൽ ഇതാണ് തമ്പായി അല്ലെങ്കിൽ ഈശോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഈ ഡാവിഞ്ചിയുടെ ചിത്രമാണ്. ദൈവവചനം എടുത്ത്, സുവിശേഷം എടുത്ത് ഇതാണ് യഥാർത്ഥ ക്രിസ്തു എന്ന ബോധ്യം കൊടുക്കുന്നവർ ഇന്ന് വളരെ ചുരുക്കമാണ്. ആ സത്യസുവിശേഷത്തിലൂടെയാണ് ക്രിസ്തുവിനെ കൊടുക്കേണ്ടതെന്ന് പൗലോസ് പറയുന്നു. പൗലോസ് ഒരു ചിത്രം വരച്ചിട്ടല്ല യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചത്. ലൂക്ക ഒരു ചിത്രം വരച്ചില്ല, മത്തായി ഒരു ചിത്രം വരച്ചില്ല. ലൂക്ക തൻ്റെ സുവിശേഷം എഴുതുകയായിരുന്നു, മത്തായി തൻ്റെ സുവിശേഷം എഴുതുകയായിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ, പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ പ്രസംഗങ്ങൾ, പിന്നീട് അവരുടെ അനുഭവങ്ങൾ, ഇതെല്ലാം അവർ എഴുതി നമ്മൾക്ക് ദൈവവചനം നൽകി. അവർ അവശേഷിപ്പിച്ചത് അവരുടെ പ്രസംഗങ്ങളും സുവിശേഷങ്ങളുമാണെങ്കിൽ ഇന്നും നമുക്ക് ലോകത്തിന് നൽകേണ്ടത് ഇത് തന്നെയാണെന്ന് വളരെ വ്യക്തമാണ്. ഫോട്ടോ കാണിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ഫോട്ടോയിലൂടെ മാത്രം ക്രിസ്തുവിനെ അറിയുകയും ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം, നമ്മുടെയൊക്കെ മാളുകളിൽ ഇപ്പോൾ എക്സലേറ്ററുകളുണ്ട്. മനുഷ്യനെ വലിച്ചു കയറ്റുന്ന അല്ലെങ്കിൽ കയറ്റം കയറാനായിട്ട് സഹായിക്കുന്ന ലിഫ്റ്റല്ല, എക്സലേറ്ററുകളുണ്ട്. ഇത് സ്റ്റെപ്പ് പോലെ ഇരിക്കുന്നു, അതിലേക്ക് നമ്മൾ കയറി നിൽക്കുന്നു. നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് കറങ്ങി നമ്മളെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും പഴയ ആളുകൾക്ക് ഇതിൽ കയറാൻ പേടിയുണ്ട്, ഭയമുണ്ട്. കൊച്ചുപിള്ളേർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അവർക്ക് ഭയം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ പ്രായമായവർക്കോ ഇത് കാണാത്തവർക്കോ ആദ്യമായി ഇത് കാണുന്നവർക്കോ ഒരു ഭയപ്പാടുണ്ട്. അയ്യോ, ഇതെങ്ങനെ കയറും? സ്ഥിരമായി ഈ എക്സലേറ്റർ കാണുമ്പോൾ ഈ ഭയമാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ അവന് തൊട്ടുപുറത്ത് മറ്റൊരു ഓപ്ഷനുണ്ട്, സ്റ്റെപ്പുകൾ കയറി മുകളിൽ വരാം. എന്നും ഈ എക്സലേറ്റർ കാണുമ്പോൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഈ എക്സലേറ്ററിനുള്ള ഭയം മാറത്തില്ല. ഒരിക്കലും അവനത് അംഗീകരിക്കുകയോ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമോ ഈസി ആയിട്ടുള്ള അതിന് മുകളിൽ കയറുന്ന ഒരു അവസ്ഥയോ അവനൊരിക്കലും ഉണ്ടാകത്തില്ല. എന്നാൽ ഒരിക്കൽ അവനെ പിടിച്ച് ഇത് ഇത്രയും ഉള്ളൂ, നീ ധൈര്യമായിട്ട് ഇതിൻ്റെ കഴുത്ത് കാലെടുത്ത് വെക്കുക, ഇത് മുകളിൽ നിന്നെ കൊണ്ടുവന്നാക്കും എന്ന കാര്യം പ്രാക്ടിക്കൽ സൈഡിൽ ഒരുവൻ ഹെൽപ്പ് ചെയ്ത് അവനെ അതിലേക്ക് കയറാനൊന്ന് സഹായിച്ചാൽ, ചിലപ്പോൾ 1-2 പ്രാവശ്യം സഹായിച്ചാൽ പിന്നീട് ഒരു ഭയവുമില്ലാതെ അവൻ സുഖമായി എക്സലേറ്ററിലൂടെ മുകളിൽ ചെല്ലും. എന്നാൽ ഇതിനെ ഭയപ്പെട്ട് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നവൻ എല്ലാ കാലവും സ്റ്റെപ്പ് മാത്രം യൂസ് ചെയ്യും. ഒരു കാലത്തും അവൻ ഉപയോഗിക്കത്തില്ല, ഈ എക്സലേറ്റർ ഉപയോഗിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. ഇത് തന്നെയാണ് ഒരുവൻ അവൻ്റെ ചെറുപ്പത്തിൽ, അവൻ്റെ ബാല്യത്തിൽ, അവൻ്റെ യൗവനത്തിൽ അവനെ ഈ ചിത്രം കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു വിഗ്രഹം കാണിച്ചു കൊടുത്ത് ഇതാണ് യേശു എന്ന ബോധ്യം കൊടുത്താൽ അവന് സുവിശേഷത്തിലേക്ക് വരാൻ കഴിയില്ല. സുവിശേഷത്തിൽ യഥാർത്ഥ സത്യദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ, ആ ക്രിസ്തുവിൻ്റെ മുഖപ്രകാശം സ്വീകരിക്കാൻ അവന് കഴിയത്തില്ല. അവൻ എല്ലാ കാലവും ഈ സ്റ്റെപ്പ്, എങ്ങനെ എക്സലേറ്റർ ഉപയോഗിക്കാതെ സ്റ്റെപ്പിനെ ആശ്രയിക്കുന്ന രീതിയിൽ ഈ വിഗ്രഹത്തിന്, അവനൊരു പ്രതിസന്ധി വരുമ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെല്ലും, ഒരു പ്രശ്നം വരുമ്പോൾ അവൻ ഈ വിഗ്രഹത്തിന് മുമ്പിൽ ചെല്ലും. ഒരിക്കലും അവൻ വചനത്തിൻ്റെ മുൻപിൽ വരത്തില്ല, സുവിശേഷത്തിൻ്റെ സത്യം അവന് വെളിപ്പെടത്തില്ല. പകരം അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ ഈ വിഗ്രഹത്തെ ആശ്രയിക്കും. അത് കൃപാസനം പോലെയുള്ള ഇത്തരം നമ്മുടെ ദേവാലയങ്ങളിൽ ഇരിക്കുന്ന പലവിധ അത്ഭുതങ്ങൾ നടക്കുന്ന തങ്കിപ്പള്ളിയിലെ വിഗ്രഹമോ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിഗ്രഹങ്ങളുടെ മുൻപിലായിരിക്കും അവൻ ഓടിച്ചെല്ലുക. അവനൊരു രോഗം വന്നു, ഒരു പ്രതിസന്ധി വന്നു, ദൈവവചനം ജീവിക്കുന്ന വചനമാണെന്ന ഒരു ബോധ്യം അവനുണ്ടാകത്തില്ല. അവനൊരിക്കലും വചനത്തിൻ്റെ മുമ്പിൽ ചെല്ലത്തില്ല, പകരം അവനവിടെ പോവും, ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ മുൻപിൽ ചെല്ലും. അവന് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല,
ഒരു പരിവർത്തനം വേണ്ട. അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വരുന്നത് സാത്താൻ്റെ ബന്ധനമാണെന്ന് അവൻ തിരിച്ചറിയേണ്ട ആവശ്യമില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കത്തില്ല. സുവിശേഷത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവന് വെളിപ്പെടത്തില്ല. പകരം അവൻ എന്നും ഈ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകും. ഇതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. പിശാച് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ പ്രകാശത്തെ മറയ്ക്കും. ഒരിക്കലും കാണാത്ത വണ്ണം അതിനെ മറച്ചു വയ്ക്കും. 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചത്. യേശുവിൻ്റെ മുഖത്ത് ഒരു പ്രകാശമുണ്ട്. യേശുവിൻ്റെ മുഖത്ത് ഒരു വലിയ പ്രകാശമുണ്ട്. അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിൻ്റെ അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ മുഖം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, യഥാർത്ഥ യേശുവിൻ്റെ മുഖം നീ തിരിച്ചറിയണമെങ്കിൽ, ആ മുഖം സുവിശേഷത്തിലാണ്. ആ ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ സുവിശേഷമാണ്. യേശുവിൻ്റെ പ്രതിച്ഛായ യഥാർത്ഥത്തിൽ ദൈവവചനമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷമാണ് യേശുവിൻ്റെ മുഖം. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ദൈവവചനമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതിച്ഛായ, മുഖം, പ്രകാശം, മഹത്വം എന്നെല്ലാം പൗലോസ് വ്യക്തമായി ദൈവവചനത്തിൽ നമ്മളോട് പറയുകയാണ്. നമുക്ക് ഈ മഹത്വം കാണാൻ യാതൊരുവിധ താല്പര്യവുമില്ല. നമ്മളിപ്പോഴും ആ ചിത്രകാരൻ്റെ ഭാവനയിൽ, ഡാവിഞ്ചിയുടെ ചിത്രത്തിൻ്റെ ഭാവനയിലുള്ള മഹത്വത്തെ തേടി ഓടുകയാണ്. യഥാർത്ഥ മഹത്വം ആരും ആഗ്രഹിക്കുന്നില്ല, അതിനെ തേടി പോകുന്നുമില്ല. പകരം മനുഷ്യൻ്റെ ഭാവനയിൽ, ചിത്രകാരൻ്റെ ശൈലിയിൽ, അവൻ്റെ കഴിവിൽ വന്നിരിക്കുന്ന ആ മഹത്വം മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ. അതൊരിക്കലും നിന്നെ നിത്യരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് എത്തിക്കത്തില്ല. എന്നാൽ സുവിശേഷം നിന്നെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം, അപ്പസ്തോലനായ പൗലോസ് പ്രഖ്യാപിച്ച സുവിശേഷം അത് നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ അത് നാശത്തിലേക്ക് ചരിക്കുന്നവർക്കാണ്. നിങ്ങൾക്ക് യഥാർത്ഥ സുവിശേഷം അറിയാതെ നിങ്ങൾ ഈ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നെങ്കിൽ അത് നാശത്തിലേക്ക് ചരിക്കുന്നവരാണ്. ഒരിക്കലും അവൻ ദൈവരാജ്യത്തിൽ എത്തത്തില്ല. മറഞ്ഞിരിക്കുന്നത്, നിഗൂഢമായിരിക്കുന്നത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്നാൽ നിഗൂഢമല്ല, നിനക്ക് സുവിശേഷത്തിൻ്റെ മുഖപ്രകാശം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റെ പിന്നാലെ പോകും. ഒരിക്കലും ചിത്രത്തിൻ്റെ പിന്നാലെ പോകത്തില്ല, വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. വിഗ്രഹത്തിൻ്റെ പിന്നാലെ അവൻ ഓടേണ്ടി വരത്തില്ല. അവൻ്റെ പ്രാർത്ഥനയിൽ ആത്മാവ് ദൈവാത്മാവുമായിട്ട് കണക്റ്റ് ആവും. ദൈവവുമായിട്ട് അവൻ സംസാരിക്കും, ദൈവവുമായിട്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവൻ്റെ ആവശ്യങ്ങൾ അവൻ പോലും അറിയാതെ അവൻ്റെ ആത്മാവ് മധ്യസ്ഥം വഹിച്ച് ദൈവസന്നിധിയിൽ സംസാരിക്കും, പ്രാർത്ഥിക്കും, യാചിക്കും. ഇതെല്ലാം നടക്കും. മറ്റത് ഈ വിഗ്രഹത്തിന് മുമ്പിൽ പോയി യാചിക്കുക, കർത്താവേ തരണേ, ദൈവമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിൻ്റെ ദേവൻ ഇവരുടെ മനസ്സുകളെ അന്ധമാക്കി വെച്ചിരിക്കുക. യഥാർത്ഥ സുവിശേഷം, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ മുഖം, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ മഹത്വം ഇവൻ ഒരിക്കലും ദർശിക്കരുത് എന്ന് പിശാച് ആഗ്രഹിക്കുന്നു. സാത്താൻ ഒരു കെണിയൊരുക്കുന്നു. നിന്റെ ഉള്ളിൽ ഒരിക്കലും യഥാർത്ഥ സുവിശേഷത്തിൻ്റെ സത്യത്തെ വെളിപ്പെടാത്ത വണ്ണം അന്ധമാക്കി വെക്കുകയാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥ മാനസാന്തരം ഒരു വ്യക്തിക്ക് വന്നാൽ പിന്നെ അവൻ ചിത്രത്തിൻ്റെ പിന്നാലെ പോകണ്ട, ഒരു വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകണ്ട. സത്യദൈവത്തെ അവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. നിങ്ങൾ നോക്കുക, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പരസ്യജീവിത കാലത്ത് ഈ പറയുന്ന ജെറുസലേമിൽ എന്തായാലും 3 വർഷമെങ്കിലും യേശുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാകാം. എന്നാൽ യേശു ഒരു പ്രാവശ്യം പോലും പൗലോസിന് മുൻപിൽ വെളിപ്പെട്ടിട്ടില്ല പരസ്യജീവിത കാലത്ത്. കാരണം ഒരു യഹൂദൻ വർഷത്തിൽ 3 പ്രാവശ്യം പ്രധാന തിരുനാളുകളിൽ ജെറുസലേം ദേവാലയത്തിൽ വരണമെന്ന് നിയമം ഉണ്ടായിരിക്കെ 3.5 വർഷത്തെ പരസ്യജീവിത കാലത്ത് ഏറ്റവും ചുരുങ്ങിയത് 9 പ്രാവശ്യമെങ്കിലും അപ്പസ്തോലനായ പൗലോസ് ഈ പറയുന്ന ജെറുസലേമിൽ വന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ ജെറുസലേമിൽ വന്ന ഒരു പ്രാവശ്യം പോലും യേശു പൗലോസിന് വെളിപ്പെട്ടില്ല. എന്നാൽ പരസ്യ ജീവിതത്തിന് ശേഷം, മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം ദമാസ്കസിലേക്ക് പോകുന്ന പൗലോസിനെ ഇതാ കർത്താവായ യേശു ക്രിസ്തു നീ പീഡിപ്പിക്കുന്ന യേശുവാണെന്ന് പറഞ്ഞ് ഒരു പ്രകാശത്തിൽ അവൻ്റെ മുൻപിൽ വെളിപ്പെടുകയും അവൻ്റെ മുൻപിൽ വ്യക്തമാക്കുകയും തൻ്റെ സുവിശേഷത്തിന് വേണ്ടി വിളിക്കുകയും ലോകം മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി ഈ പൗലോസിനെ നടത്തുകയും ചെയ്ത ദൈവത്തിന് അറിയാം
എൻ്റെ ഈ മുഖമല്ല പൗലോസിന് വെളിപ്പെടേണ്ടത്, സുവിശേഷത്തിൻ്റെ യഥാർത്ഥ മുഖമാണ് അപ്പസ്തോലിന് വെളിപ്പെടേണ്ടത് എന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ട്, ആ ബോധ്യം പൗലോസിനുള്ളത് കൊണ്ട് പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുകയാ, ഇതാ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ പലരുടെയും മനസ്സുകളെ അന്ധമാക്കുന്നു. അത് നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം അവർക്ക് വെളിവാകുന്നില്ല, അവർക്ക് തിരിച്ചറിയുന്നില്ല. അതിനുവേണ്ടി അവൻ വിഗ്രഹത്തെ നിർമ്മിക്കുന്നു, അവൻ ചിത്രങ്ങളെ വരയ്ക്കുന്നു, അതിൻ്റെ പിന്നാലെ ജനം പോകുന്നു. യഥാർത്ഥ ക്രിസ്തുവിൻ്റെ മുഖത്തെ വെളിവാകാതെ അവർക്ക് ഒരു മൂടുപടം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ ദൈവം പ്രകാശിപ്പിക്കും. എന്നാൽ ആ പ്രകാശം നിങ്ങളിൽ ഇല്ലെങ്കിൽ, ആ പ്രകാശം ദമാസ്കസിലേക്ക് പോയ പൗലോസിന്റെ മേൽ വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖം അപ്പസ്തോലനായ പൗലോസിന് വെളിപ്പെട്ടു. എന്നാൽ ആ പ്രകാശം നമ്മളിൽ ഇല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖം ഒരിക്കലും നമുക്ക് ദർശിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ കാണുന്നത് വെറും ഡാവിഞ്ചിയുടെ ചിത്രം മാത്രമാണ്, ഭാവന മാത്രമാണെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ബൈബിളിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഗ്രഹങ്ങളിൽ നിന്ന് ഓടി അകലുക, വിഗ്രഹങ്ങളിൽ നിന്നും മാറി നിൽക്കുക, വിഗ്രഹങ്ങളെ മാറി ചിന്തിക്കുക, വിഗ്രഹത്തിൽ നിന്നും ഓടുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ ആശ്രയം ക്രിസ്തുവിലാണെന്നും എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, ഞാൻ ചെയ്ത തിന്മകൾക്ക് എനിക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ ഏറ്റുപറയുമ്പോൾ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി 2000 വർഷം മുൻപ് യേശു ക്രൂശിൽ മരിച്ചു. അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർപ്പിനോട് സമാനമായി അവൻ എന്നെയും ഉയർപ്പിക്കുമെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുക. അതാണ് യഥാർത്ഥ സുവിശേഷം. സുവിശേഷം എന്നാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യേശു എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുക, നീയും രക്ഷ പ്രാപിക്കും. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേരും. ഇതാണ് സുവിശേഷത്തിൻ്റെ ഉദ്ദേശവും യഥാർത്ഥ സത്യസുവിശേഷവും. ഇതിനെ മറയ്ക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് സാത്താൻ്റെ ആ ലക്ഷ്യത്തിൽ നിന്നും മറികടന്ന് യഥാർത്ഥ സത്യത്തിലേക്ക് നിന്റെ ആശ്രയം, നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവാകുന്ന നമ്മുടെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, സുവിശേഷമാകുന്ന ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ രക്ഷ പ്രാപിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ ബലപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറട്ടെ. അങ്ങനെ ആരാധിക്കുന്നവരെയാണ് പിതാവ് തേടുന്നത് എന്ന് യേശു പറയുമ്പോൾ, ഈ മലയിലല്ല, ആ മലയിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. യഥാർത്ഥ ആരാധകർ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണെന്നുള്ള തിരിച്ചറിവ് ദൈവം നമുക്ക് തരട്ടെ. വിശുദ്ധ ബൈബിൾ തരാത്ത യാതൊന്നും, ദൈവവചനം നമ്മളോട് പറയാത്ത യാതൊന്നും, അപ്പസ്തോലികമായ പാരമ്പര്യം നമുക്ക് നൽകാത്ത യാതൊന്നും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ വിശ്വാസം, ഒരു മഹത്വമേറിയ വിശ്വാസം, സുവിശേഷത്തിലെ വിശ്വാസം നമ്മളിൽ കെട്ടിപ്പടുക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം